ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ചാന്ദിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ കണക്കൊന്നുമില്ല, എനിക്ക് ഒരു ഉദ്ദേശമാണ് ഞാൻ എടുക്കുന്നത്. ഈ പാത്രം കണ്ട ഇതിന് 2.5 കപ്പ് അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ രാവിലെ പോയതാണ്. വന്നപ്പോൾ ഞാൻ പൊടിച്ച് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇതിന് 2.5 കപ്പ് അരിയാണ് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ അരിച്ച് വെച്ചിരിക്കുകയാണ്. തേങ്ങ ചിരവി ആട്ടി അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുട്ടയാണ് വേണ്ടത്. ഒരു മുട്ട മതി ഇതിന്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക പൊളിച്ചത്, അതിൻ്റെ അരി മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചെടുക്കാം. ആദ്യം മുട്ട ഒന്ന് പൊട്ടിച്ചിടാം. ഇനി വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അധികം മധുരമൊന്നും വേണ്ട. അധികം മധുരം ഇട്ടാൽ ഈ അച്ചപ്പം ചുമന്ന് പോകും. അത് ഒരു ഇതും ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ പഞ്ചസാര. ഇത്രയും മതി. അതിലേക്ക് ഈ ഏലക്ക പൊളിച്ചത് അതിൻ്റെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഏലക്ക, പഞ്ചസാര, മുട്ട നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കഴുകി ഒഴിക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കലക്കി എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് പൊടിയും കൂടി ഉള്ളത് നമുക്ക് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. കണക്ക് നോക്കുവാണെങ്കിൽ ഒരു 1/2 കിലോ അരിയാണുള്ളത് കേട്ടോ. നമുക്കൊന്നും കൂടി കലക്കി കൊടുക്കാം. ഒന്ന് കലക്കി എടുത്തോട്ടെ, ഒന്ന് വെയിറ്റ്. അപ്പോൾ ഇത് കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇനി വേണ്ടത് ഇത്തിരി ഉപ്പാണ്. ഓപ്ഷനാണോ ഉപ്പ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി
ഇനി നമുക്ക് ഈ പാത്രം മിക്സിയൊക്കെ കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. എള്ള് കഴുകി വാരി വെച്ചിരിക്കുവാണ്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അച്ച് ഉണ്ടല്ലോ, ഇതാണ് അച്ചപ്പം ഉണ്ടാക്കണ അച്ച്. ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം, എന്നാലേ ഉള്ളൂ പിടിക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ എണ്ണയിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അതിരുന്ന് ചൂടായിക്കോളും അവിടെ ഇരുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. എണ്ണ ചൂടായിട്ട് നമുക്ക് അച്ചപ്പം മുക്കിയിടാം കേട്ടോ. നല്ലോണം ചൂടാവണം. നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഓരോ പലഹാരങ്ങളും നമുക്ക് വേഗം ഉണ്ടാക്കി കഴിക്കാം. അപ്പം നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യാം. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ കുറച്ച് പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റിയായ അച്ചപ്പവും കുഴലപ്പം എല്ലാം കഴിക്കാം നമുക്ക്. എണ്ണ ചൂടായിക്കോട്ടെ കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും. അച്ചപ്പം ഉണ്ടാക്കാൻ കുറച്ച് ഇതുണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം കൂട്ടി ശരിയായില്ലെങ്കിൽ നമുക്ക് അച്ചപ്പം കിട്ടൂല കേട്ടോ. പാലും പഞ്ചസാരയൊക്കെ കൂടുതലായാലും ഈ സാധനം ഈ അച്ചിൽ കിട്ടൂല, പിടിക്കും. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അച്ചപ്പം ഉണ്ടാക്കാൻ എപ്പോഴും 2 പേര് വേണം. എണ്ണയിൽ ഇട്ട് വെച്ചേക്കണം അച്ചപ്പം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ.
ഒക്കെ വിട്ട് പിന്നെ വീണ്ടും ഈ സാധനം എണ്ണയിൽ മുക്കി വെക്കണം. ശരിക്കും 2 പേര് വേണം അച്ചപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരാൾ മുക്കി വെക്കാനും ഒരാൾ കോരിയെടുക്കാനും കൂടി വേണം. 2 പേര് വേണം. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ നോക്കി ഒന്ന് മാനേജ് ചെയ്തെടുത്താൽ മതി. അത് ഈ തരിയൊക്കെ ഒന്ന് കോരി കളയണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. ഇവിടെ ഇരിക്കട്ടെ, അടുത്ത് നമുക്ക് മുക്കിയിടാം കേട്ടോ. കൂട്ട് ശരിയായാലും നമുക്ക് ഇങ്ങനെ മുക്കുമ്പോൾ കിട്ടും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കാണിച്ചില്ലേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ്, 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് പൊടിച്ചത്. ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ 1 മുട്ട എടുത്ത്. നമ്മൾ ഈ കൂട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോകും. അപ്പം അത് ശ്രദ്ധിച്ചെടുക്കണം എല്ലാവരും. ഇപ്പം ഞാൻ കുറച്ചുണ്ടാക്കുന്ന കാരണം ഞാൻ തന്നെ മാനേജ് ചെയ്യണം. അധികം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ കോരാനും വേണം, ഒരാൾ മുക്കിയിടാനും വേണം. മുക്കിയിടാം കേട്ടോ. എന്താ നമ്മൾ അച്ചപ്പം റെഡിയായിട്ട് തന്നെ ഉണ്ട് ഇപ്പം. ഇങ്ങനെ ഒരേനെ മുക്കി ഇട്ട് കൊടുക്കണം. നമ്മൾ പേപ്പറിൽ വെച്ച് എണ്ണ വലിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ തരിയൊക്കെ നമ്മൾ കോരിക്കളയണം.
രണ്ടുപേരുടെ പണിയാണ് ഞാൻ ഒരാളെടുക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അച്ചപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചെല്ലുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അടിപൊളി അച്ചപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ട് കഴിക്കാനായിട്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല മുരുമുരുപ്പായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ അച്ചപ്പം എന്താ നല്ല റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.